ശ്രീ രാഹുൽ ഈശ്വർ, പക്ഷേ താങ്കളുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഈ പറയുന്ന ചെയ്തികൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് എങ്ങനെ ന്യായീകരിക്കാൻ താങ്കൾക്ക് കഴിയുന്നു? ശ്രീ മഞ്ജുഷ്, മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. അതായത് ഇല്ലാത്തൊരു വിഷയത്തെ ഊതി വെറുപ്പിച്ച് അത് വലിയ വിഷയമാണെന്ന് പറയുക. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? നമ്മുടെ മലയാളി, കേരളത്തിലെ ക്യൂബ എന്ന് പറഞ്ഞ അസോസിയേഷൻ അവരൊരു പരിപാടി നടത്തി. നടത്തിയപ്പം തൊട്ടപ്പുറത്തെ പരിപാടിക്ക് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുള്ളും ഗസ്റ്റായി വന്നു. ഇവരങ്ങോട്ട് പോയി വിളിച്ചായിരിക്കണം കേട്ടോ. ഇല്ല, ഷാഹിദ് അഫ്രീദി ഒന്നും വരില്ല. ഇപ്പോൾ ഈ മീഡിയയുടെ ഇത്രയും വിവാദം ഉണ്ടായത് കാരണം അവർ മാറ്റി പറയുന്നതാണ്. ഞങ്ങൾ അറിഞ്ഞില്ല, വിളിച്ചില്ല, ഷാഹിദ് അഫ്രീദി സ്വന്തമായിട്ട് വന്നൊന്നും ആയിരിക്കില്ല. അതിപ്പോൾ അവർ മാറ്റി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും രീതിയിലുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാധ്യമ ആക്രമണം ഉണ്ടാകുന്നു വിചാരിച്ചാൽ. ഈ ഷാഹിദ് അഫ്രീദിയുടെ കൂടെ നടക്കുന്ന വെള്ള ഷർട്ടിട്ട ഒരാളുണ്ട്. പുള്ളി മുസ്ലിമും അല്ല, പുള്ളി ഹിന്ദുവാണ്. ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു. ഇവരുടെ പരിപാടിക്ക് കഴിഞ്ഞ തവണ ഞാൻ ദുബായ് പോയിരുന്നു. സാധാരണ തിരുവനന്തപുരത്ത് CET പഠിച്ച ഹിന്ദു മുസ്ലിം എന്നുള്ള വേർതിരിവൊന്നുമില്ല. ഷഹീദ് അഫ്രീദി എന്നുള്ളത് ഇന്ത്യ വിരുദ്ധനാണ്, ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നയാളാണ്, വിഷം തുപ്പുന്നയാളാണ്. അങ്ങനെ ഒരാളെ ഹിന്ദുവാണോ മുസ്ലിമാണോ സ്വീകരിച്ചത് എന്നൊന്നും പറഞ്ഞ് വിഷയം ആ വഴിക്ക് കൊണ്ടുപോകരുത്. ആരാണ് സ്വീകരിച്ചത് എങ്കിലും രാജ്യവിരുദ്ധമായ നിലപാടാണ് എടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മഞ്ജുഷിന് എങ്ങനെ മനസ്സിലായി അത് രാജ്യവിരുദ്ധ നിലപാടാണെന്ന്? പിന്നെ എങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാട്? എന്താണ് ഇന്ത്യയുടെ നിലപാടിനെതിരെ സംസാരിക്കുന്ന ആളുകളാണ്? അല്ലല്ല, അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. സഞ്ജയ് റാവത്ത് ഓപ്പറേഷൻ സിന്ദൂർ ഫെയിലിയർ ആണെന്ന് പറഞ്ഞില്ലേ? സഞ്ജയ് റാവത്തിനെ ജയിലിലിട്ടോ. സഞ്ജയ് റാവത്ത് ഇന്ത്യക്കകത്ത് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഫെയിലിയർ ആണ്, രാജ്യവിരുദ്ധമായ നിലപാടാണ് എടുത്തത്. രാജ്യത്തിന്റെ നിലപാടിന് വിരുദ്ധമാണ്. അല്ല, ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണെന്നാണ് എന്റെ അഭിപ്രായം. വേറൊരാൾക്ക് അത് ഫെയിലിയർ ആണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിനെ പരിഹസിച്ച് ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ, ഷഹീദ് അഫ്രീദി എന്ന് പറയുന്ന ഭാരതീയനല്ല, പാകിസ്ഥാൻകാരനാണ്. ഷഹീദ് അഫ്രീദി തുടർച്ചയായിട്ട് ഇന്ത്യയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ വിളിച്ച് സൽക്കാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധത തന്നെയാണ്. അതിനുള്ള ഔചിത്യം ഉണ്ടായിരിക്കണം ഈ മലയാളി സംഘടനയ്ക്ക്. അതിനെ നമ്മൾ എതിർത്താ പോരെ? അതിനെയാണ് എതിർത്തത്. പാകിസ്ഥാൻ അല്ലല്ല, ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ വിജയിച്ചു എന്ന് പറഞ്ഞ ഒരു മണ്ടത്തരം കാണിച്ച് അവിടെ ഒരു യാത്ര നടത്തി. ഷാഹിദ് അഫ്രീദി കപട ദേശീയവാദിയാണ് അവിടെ. അതായത് പാകിസ്ഥാനാണ് തോറ്റതെന്നും ഇന്ത്യക്കാണ് മേൽക്കൈ കിട്ടിയെന്നും ലോകത്തിൽ എല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലും അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിമാനങ്ങളെ അനങ്ങാൻ സമ്മതിച്ചില്ല, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ തകർത്തു എന്ന്. പക്ഷേ പാകിസ്ഥാനിൽ കപട ദേശീയവാദം പറഞ്ഞ് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് അഫ്രീദി റാലി നടത്തുന്ന അതേ മനോഭാവമാണ് ഇന്ത്യയിൽ. അഫ്രീദി ഒരു പരിപാടിക്ക് വന്നു എന്ന് പറഞ്ഞ് ആ വിളിച്ച മലയാളികളെല്ലാം ഒറ്റുകാരാണ്, രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത്. അവിടുത്തെ പാവപ്പെട്ട മലയാളികളാണ്. അപ്പുറത്തൊരു സെലിബ്രിറ്റി വന്നു, സാർ നമ്മുടെ അവിടെ കൂടെ ഒന്ന് തല കാണിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു, വന്നിട്ട് പോയി. ഇന്ത്യ ഈ സ്കിർമിഷിൽ അല്ലെങ്കിൽ ഇന്ത്യ ഈ യുദ്ധത്തിലോ താൽക്കാലിക യുദ്ധത്തിലോ ഇന്ത്യ വിജയിച്ചു. ആ വിഷയം അവിടെ തീർന്നു. ഇനി ജീവിതകാലം മുഴുവൻ ഏത് വിഷയം തീർന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സന്ധിയില്ലാത്ത പോരാട്ടത്തിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. ഇവിടെ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ രാജ്യത്തിന്റെ നിലപാട് വിദേശ രാജ്യങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ പറയുന്നത് ആ വിഷയം അവിടെ തീർന്നു എന്ന്. ഏത് വിഷയം എവിടെ തീർന്നു? അഫ്രീദി എന്ന് പറയുന്നത് പാകിസ്ഥാൻ സർക്കാരിനും പാകിസ്ഥാൻ ആർമിക്കും ഒപ്പം നിന്ന് ഇന്ത്യ വിരുദ്ധത സ്വീകരിച്ചിട്ടുള്ള ആളാണ്. പാക് പോസ്റ്റർ ബോയിയാണ്, പാകിസ്ഥാൻ ആർമിയുടെ പോസ്റ്റർ ബോയിയാണ് ഷഹീദ് അഫ്രീദി. ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നത് ക്രിക്കറ്റ് താരം എന്ന രീതിയിലല്ല കാണേണ്ടത്, പാകിസ്ഥാൻ ആർമിയുടെ പോസ്റ്റർ ബോയിയാണ്. ബോംബെയിലെ നമ്മുടെ തീവ്രവാദ ആക്രമണം, 200ഓളം ഇന്ത്യക്കാർ മരിച്ച തീവ്രവാദ ആക്രമണം, അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദിജി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. അദ്ദേഹം സമാധാന ദൗത്യവുമായി പാകിസ്ഥാനിൽ നവാസ് ഷെരീഫിനെ കാണാൻ പോവുകയും അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സൽവാറും സാരിയും മേടിക്കുകയും അവരുടെ കാലിൽ തൊടുകയും ചെയ്യുന്നത്. വിഷയം കഴിഞ്ഞു, വിഷയം തീർന്നു. നമ്മളൊരു ആക്ഷൻ ഉണ്ടായി, നമ്മുടെ ഭാഗത്തു നിന്ന് റിയാക്ഷൻ ഉണ്ടായി, നമ്മൾ വിജയിച്ചു. കാണുന്ന പാകിസ്ഥാനികളെല്ലാം അതുകൊണ്ട് നമ്മൾ വരുന്ന വഴി താങ്കൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല പാകിസ്ഥാനിൽ. അത് കഴിഞ്ഞ് ഈ സമീപകാലത്ത് ഈ 2-3 ദിവസം മുൻപും ഹാഫിസ് സയ്യിദിന്റെ മകൻ അവിടുത്തെ പാക് മന്ത്രിയുമായി വേദി പങ്കിട്ട് ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്നത് താങ്കൾ കേട്ടില്ലേ? അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അല്ലല്ല, പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇനിയും ആക്രമണം ഉണ്ടാകും, ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചാൽ, എന്തെങ്കിലും നിലപാടെടുത്താൽ എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഷഹീദ് അഫ്രീദിയെ സ്വീകരിച്ചാനയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് താങ്കൾ പറയുന്നത്. ശ്രീ പണിക്കർ, താങ്കൾക്ക് അനുകൂലിക്കാൻ പറ്റുന്നുണ്ടോ രാഹുൽ?